അല്പസമയം ഞാൻ എൻ്റെ വൈഫ് ഡെബിക്ക് കൊടുക്കാം. എന്തെങ്കിലും പറയോ പാട്ടോ എന്തുണ്ടെങ്കിൽ ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നത്തെ ദിവസം അത്ര സുഖമില്ലായിരുന്നു, അലർജി സിറ്റുവേഷൻ ആയിരുന്നു. എന്നാലും ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് എല്ലാവരുടെയും കൂടെ പ്രാർത്ഥിക്കാനും പല കാര്യത്തിനു വേണ്ടിയും വിഷയങ്ങൾ ദൈവസന്നിധിയിൽ വെക്കാനും. അപ്പോൾ എസ്പെഷ്യലി നമ്മുടെ നാട്ടിലുള്ള പെർസിക്യൂട്ടഡ് ചേർച്ചസ് ഇപ്പോൾ കേട്ട പോലെ മണിപ്പൂരിലെല്ലാം പ്രാർത്ഥിക്കാൻ ദൈവം ഒരു സഹായം ഒരു ചാൻസ് ഞങ്ങൾക്കും തന്ന ഓർത്ത് സ്തുതിക്കുന്നു. ഞാൻ ഇത് ഓർക്കുമ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ വരുന്ന ഒരു കാര്യമേ ഉള്ളൂ. നമ്മൾ എങ്ങനെയാണ് നമ്മൾ ജീവിക്കുന്നത്? ഇത്രയും പെർസിക്യൂഷനായി ഞങ്ങൾ വടക്കേലേൻ്റെ ഇപ്പൊ ഈ ദിവസങ്ങളിലാണ് ഒത്തിരി ഒത്തിരി ഡിഫിക്കൽട്ടാണ് ഗോസ്പൽ പറയാൻ. പക്ഷെ ഒരു കാര്യം മാത്രം നമുക്കറിയാം, നമ്മുടെ യേശു ജീവിച്ച് ഇരിപ്പണ്ടിപ്പോഴും ആ ധൈര്യം കൊണ്ട് മാത്രം നമുക്ക് ജീവിക്കാമെന്നും അല്ലെങ്കിൽ കർത്താവിന്റെ വേല ചെയ്യാൻ പറ്റും. ആ തോട്ട് വെച്ചിട്ടാണ് ഈ പാട്ട് ഞാൻ പാടാൻ പോകുന്നത്. Because he lives, I can face tomorrow. Because he lives, all fear is gone. Because I know, yes, I know he holds the future. And life is worth the living just because he lives. Tan var gaya agulamilla nalayana bhidilla bhaviyellam nan kayilortal എത്ര ധന്യമേയിലോ ജീവിതം. യേശു ജീവിക്കുന്നുണ്ട്. ആ ധൈര്യം കൊണ്ട് മാത്രം നമുക്ക് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി നമുക്ക് ധൈര്യത്തോടെ പോവാം. നമുക്ക് ഇനി വരുന്ന എന്ത് കാര്യമാണെങ്കിലും നമുക്ക് അതിന് ഫേസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കർത്താവ് നമ്മുടെ യേശു ഇപ്പോഴും ജീവിച്ചിട്ടുണ്ട്. ഗോഡ് ഇസ് അലൈവ്, ജീസസ് ഇസ് അലൈവ്. അത് ഞങ്ങൾ കർത്താവിന് മിനിസ്ട്രി ചെയ്യുമ്പോഴും എല്ലാ കാര്യത്തിലും ഇതൊരു ധൈര്യമുണ്ട്. മൈ ജീസസ് ഇസ് അലൈവ്, മൈ ജീസസ് ഇസ് അലൈവ്, ഹി ഈസ് നോട്ട് ഡെഡ്, ഹി ഈസ് നോട്ട് ഇൻ ദ ടൂം. യേശു ഇപ്പോഴും ജീവിച്ചിട്ടുണ്ട്. ആ ധൈര്യം കൊണ്ട് ഞങ്ങൾക്ക് എവിടെയും പോകാൻ പറ്റി ഇതുവരെ ദൈവം സഹായിച്ചിട്ട്. ഇനിയും ഞങ്ങളുടെ റെസ്റ്റ് ഓഫ് ദ ലൈഫ് ദൈവം തരുന്ന ഈ പുതിയൊരു സീസൺ, ഇപ്പൊ കുഞ്ഞുങ്ങളെല്ലാം കല്യാണം കഴിച്ച എല്ലാം അവർ സെറ്റിലായി. അപ്പൊ ഇനി ഞങ്ങൾ പ്രാർത്ഥന ചെയ്ത കർത്താവേ നിന്റെ ഹിതം എവിടെയാ, എവിടെ പോകണം. അപ്പോൾ ഞങ്ങൾക്ക് ദൈവം ഞങ്ങൾ പ്രാർത്ഥിക്കും, ദൈവം ആരും പോവാത്തൊരു സ്ഥലത്ത് ദൈവത്തെ ഹിതമാണ് ഞങ്ങൾ വിടുന്നത്. അപ്പോൾ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ ഒരു ആയുസേ ഉള്ളൂ. ഞാൻ ആ ദിവസം പ്രെയർ ലൈനിൽ പറഞ്ഞ കാര്യം, ഒരു ആയുസേ ഉള്ളൂ. അത് യേശുവിന് വേണ്ടി നമുക്ക് ജീവിക്കണം. യേശു പറഞ്ഞ യേശുവിന്റെ ആ പേർപ്പസ്, ഏത് പേർപ്പസാണ് നമ്മൾ ഈ ലോകത്തോട് വിട്ടത്, ആ പേർപ്പസ് ഫുൾഫിൽ ചെയ്തിട്ട് വേണം നമുക്ക് ഈ ലോകം വിടാൻ. ഈ ലോകത്തിന്റെ എല്ലാ കാര്യം മാറിപ്പോകും, പക്ഷെ യേശുവിന്റെ കാര്യം കർത്താവ് ഞങ്ങളെ ഈസ് കൗണ്ടിങ് ഓൺ us to do something. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദി തരുന്ന ഈ ടൈം എനിക്ക് തന്നത്. ഇനി ഞാൻ എൻ്റെ ഹസ്ബൻഡിന് കൊടുക്കാണ് താൻ്റെ വചനവും ടെസ്റ്റമനിയും പറയാൻ. Praise the Lord. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. എനിക്കും മലയാളം അത്ര അധികം അറിയില്ല. മലബാറിൽ ജനിച്ചു വളർന്നതുകൊണ്ട് ആദ്യകാലത്തൊക്കെ, പിന്നെ സ്കൂളിലൊക്കെ ഹോസ്റ്റലിൽ ഇംഗ്ലീഷ് മീഡിയത്തിലായിരുന്നു. പിന്നെ ഞങ്ങൾ രക്ഷിക്കപ്പെട്ട് ഞങ്ങൾ രണ്ടുപേരും 1983 രക്ഷിക്കപ്പെട്ട ഉടനെ വടക്കേ ഇന്ത്യയിലേക്ക് ബൈബിൾ സ്റ്റഡിക്കും പിന്നെ മിനിസ്ട്രിക്കുമായിട്ട് പോയി. അതുകൊണ്ട് എൻ്റെ മലയാളത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ക്ഷമിക്കണം. നിങ്ങൾക്കെല്ലാതെ തിരുത്തി മാറ്റി മനസ്സിലാക്കാനുള്ള കഴിവുണ്ടെന്ന് ഞാൻ അറിയുന്നു. ഞാൻ ജനിച്ചു വളർന്നത് ഒരു ഹിന്ദു ഭവനത്തിലാണ്, മലബാറിൽ നിലമ്പൂര്. അവിടെ അച്ഛനും അമ്മയും ഒക്കെ വളരെ ഭക്തരായിരുന്നു. എൻ്റെ അച്ഛൻ എന്നെ 17 വർഷം ശബരിമലയിൽ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ പലപ്പോഴും ചിന്തിക്കുമായിരുന്നു, ആത്മാർത്ഥമായിട്ട് സത്യം തേടുമായിരുന്നു. പക്ഷെ
വിഗ്രഹങ്ങൾക്ക് പോകുന്ന ഇത് കണ്ടിട്ട് എനിക്ക് വല്ലാത്ത അന്ന് വിഷമമുണ്ടായിരുന്നു. അതിന്റെ പുറകില്, ഈ കല്ലിന്റെ പുറകിൽ എവിടെ ദൈവം എന്നൊക്കെ ഞാനും ചോദിക്കുമായിരുന്നു. പക്ഷെ അതൊന്നും അല്ലാതെ പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ മിലിറ്ററി സ്കൂളും കഴിഞ്ഞു, എഞ്ചിനീയറിംഗ് കോളേജിൽ തമിഴ്നാട്ടിൽ പഠിച്ചു കഴിഞ്ഞിട്ട് ബോംബെയിൽ വലിയൊരു കോർപ്പറേറ്റ് കമ്പനിയിൽ ജോലി കിട്ടി. പക്ഷെ എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ, എനിക്കറിയാത്ത പ്രശ്നങ്ങൾ ബാല്യം തൊട്ടുള്ളതായിട്ട് ഞാൻ അനുഭവപ്പെട്ടിരുന്നു. പിന്നെ ബോംബെയിൽ നിന്ന് ഞാൻ തിരിച്ച് നാട്ടിൽ വന്നതിന് ശേഷം എനിക്ക് മെന്റൽ ഇഷ്യൂസ് പലതും ഉണ്ടായിരുന്നു. അതിനുവേണ്ടി ട്രീറ്റ്മെന്റ് എടുത്തു. പിന്നെ എനിക്ക് ബാങ്കിൽ മാനേജറായിട്ട് ജോലി കിട്ടി എഞ്ചിനീയറിംഗ് തസ്തികയിൽ. അത് കഴിഞ്ഞ് അവിടെ ജോലി ഇരിക്കുമ്പോഴാണ് ഞാൻ സ്വയം ഇഷ്ടപ്പെട്ടിട്ട് എൻ്റെ വൈഫിനെ കണ്ടിട്ട് ഞങ്ങൾ വിവാഹം കഴിച്ചു, ലവ് മാരേജ് ആയിട്ട്. പക്ഷെ അതിനുശേഷം എൻ്റെ ജോലി പിന്നെ എനിക്ക് നഷ്ടപ്പെട്ട് എനിക്ക് മെന്റൽ ഇഷ്യൂ വളരെ അധികമായിട്ട് ജീവിക്കാനും കഴിയാത്ത സമയത്ത് ഞാൻ ചെറുപ്രായത്തിൽ ഹോസ്റ്റലിൽ പോയ എൻ്റെ ഹിന്ദു ഭവനത്തിലേക്ക് തിരിച്ചു വന്നു. അവിടെ സമ്പത്തൊക്കെ പപ്പയും മമ്മിക്കും ഒത്തിരി ഉണ്ടായിരുന്നു. 10-16 ഏക്കർ റബ്ബറുണ്ട്. പക്ഷെ ഞാൻ ഒരു പൈസ പോലും എടുക്കുന്നില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഭാവിയിൽ എങ്ങനെ ജീവിക്കും, എന്തിനു വേണ്ടി ജീവിക്കും, ആത്മഹത്യ പോലും ചെയ്യാനുള്ള പ്രേരണകൾ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ വിവാഹം കഴിച്ചതുകൊണ്ട് എനിക്ക് ആത്മഹത്യ ചെയ്യാൻ പറ്റില്ലെന്ന്. എന്നാലും ഒരു ഭാവി ഒട്ടും തന്നെ ഇല്ലാത്ത 28 വയസ്സില് മലബാറിൽ ഒരു കുന്നിന്റെ മേല് ഞങ്ങളുടെ ഹിന്ദു ഭവനത്തില് ഞാൻ ഫ്രണ്ട് റൂമിലിരുന്നിട്ട് അങ്ങനെ താഴോട്ട് നോക്കിയിരിക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ റൂമില് അത്യന്തമായിട്ടുള്ള ഒരു സ്നേഹ സാന്നിധ്യം എനിക്ക് തോന്നി. അത് ഞാൻ ചിന്തിച്ചു, അമ്മയേറ്റ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ, അമ്മയ്ക്ക് എപ്പോഴും മക്കളോട് വാത്സല്യമാണല്ലോ. അങ്ങനെ നോക്കുമ്പോൾ ആരുമില്ല. പിന്നെ എനിക്ക് പെട്ടെന്ന് ആ റൂം നിറച്ച് സ്നേഹം കൊണ്ട് നിറയപ്പെട്ട പോലെ തോന്നി. അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഞാൻ യേശുവിൻ്റെ ദർശനം കണ്ടു. യേശു ആണെന്ന് എനിക്ക് ആ ദർശനത്തിൽ മനസ്സിലായി. എങ്ങനെയെന്നറിയില്ല, ദൈവത്തിൻ്റെ ആത്മാവോ ദൂതനോ പരിശുദ്ധാത്മാവോ ആര് തന്നെ ആയിരുന്നാലും അത് യേശു ആണെന്ന് എനിക്ക് മനസ്സിലാക്കി തന്നു. അങ്ങനെ 1-2 ദിവസം ആ ദർശനം ഞാൻ കണ്ടു. ആ ദർശനം കണ്ടപ്പോൾ പെട്ടെന്ന് 2 ദിവസത്തിൽ 10 വർഷത്തെ ചെയിൻ സ്മോക്കിംഗ് ഹാബിറ്റ് എന്നെ വിട്ടുപോയി. ചെറുപ്രായത്തിൽ വളരെ നല്ല സ്വഭാവം എല്ലാം ഉണ്ടായിരുന്നെങ്കിൽ കൂടി പിന്നെ എൻ്റെ ജീവിതം മോശമായ രീതിയിൽ പോകാൻ ഇടയായി. അങ്ങനെ ഇരിക്കുമ്പോൾ യേശുവിൻ്റെ ദർശനം കിട്ടിയപ്പോൾ എൻ്റെ ആ സിഗരറ്റ് സ്മോക്കിങ്ങിന്റെ ഹാബിറ്റ് വിട്ടുപോയി. അപ്പം എനിക്ക് മനസ്സിലായി ഇതൊരു ശക്തിയാണ്, മറ്റുള്ള പോലെയല്ല. നമ്മുടെ ആവശ്യങ്ങളിൽ ഇറങ്ങി വന്ന് നമ്മളെ സഹായിക്കുകയും വിടുവിക്കുന്ന ഒരു ശക്തിയാണ് യേശു എന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. ഞാൻ എപ്പോൾ വേണമെങ്കിലും സിഗരറ്റ് നിർത്താൻ നോക്കുമ്പോൾ കൂടുതൽ വലിക്കുകയാണ് ചെയ്തിരുന്നത്. ആ വിടുതൽ കിട്ടിയപ്പോൾ ഞാൻ കൂടുതൽ യേശുവിനെ ആരാഞ്ഞു നോക്കി. പക്ഷെ എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു. ബൈബിൾ, എൻ്റെ വൈഫ് ഒരു ബൈബിൾ കൊണ്ടുവന്നിരുന്നു. വൈഫ് ഒരു നിരീശ്വരവാദി പോലെ ആയിരുന്നു. ജാക്കോബ കുടുംബത്തിൽ വന്നതാണ്. അങ്ങനെ ഒരു വിശ്വാസമൊന്നും ഇല്ലായിരുന്നു. എന്നാലും ഒരു ബൈബിൾ കയ്യിലുണ്ടായിരുന്നുണ്ട്. ആ ബൈബിൾ തുറന്നപ്പോൾ പാപത്തിന്റെ പരിഹാരം, ഫൊർഗീവ്നെസ് ഓഫ് സിൻസ് എന്നുള്ളൊരു വാക്ക് വായിക്കാൻ പറ്റി. എൻ്റെ മെന്റൽ ഡിഫിക്കൽട്ടീസ് കാരണം എനിക്ക് ശരിക്കും വായിക്കാനോ ചിന്തിക്കാനോ ഒന്നും കഴിയില്ല. അപ്പൊ ഈ ഫൊർഗീവ്നെസ് ഓഫ് സിൻസ് എന്ന് ഞാൻ ബൈബിളിൽ കണ്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. കാരണം നമ്മുടെ നാട്ടിലെ ഹിന്ദുവിലൊന്നും ഈ പാപത്തിനൊരു പരിഹാരമില്ല. വല്ല അമ്പലത്തിൽ പോയി വല്ല നേർച്ചയൊക്കെ ചെയ്യാന്നുള്ളതാണ് അവർ പറഞ്ഞു തരുന്നത്. അപ്പൊ എനിക്ക് വലിയ മനസ്സാക്ഷിയിലൊരു ബോധ്യം ഉണ്ടായിരുന്നു, ഞാൻ ചെയ്ത പാപത്തിന്റെ ശിക്ഷ ഞാൻ തന്നെ എടുക്കണ്ടേ, അങ്ങനെയാണെങ്കിൽ ഞാൻ നരകത്തിലേക്കല്ലേ പോവുള്ളൂ എന്നൊക്കെ ചിന്തിച്ചു. പക്ഷെ ഈ ക്രിസ്തീയ മതത്തില് പാപത്തിന് പരിഹാരമുണ്ടെന്ന് മനസ്സിലാക്കി ഞാൻ പിന്നെ ആരോടെന്നല്ല ദൈവത്തോട് സംസാരിക്കും. എനിക്ക് വേറെ ആരും ഇല്ലായിരുന്നു. ദൈവത്തോട് ഞാൻ ചോദിച്ചു എൻ്റെ പാപത്തിനെ കുറിച്ച്. അപ്പോ സ്വർഗദൂതനാണോ എൻ്റെ ഹിന്ദു വീട്ടിൽ ഇറങ്ങി വന്ന് അതോ വേറെ ആരോണോന്ന് എനിക്കറിയത്തില്ല. അപ്പൊ ഞാൻ ചോദിച്ചപ്പോ ദൈവത്തിന്റെ ആത്മാവാണെന്ന് തോന്നുന്നു, അല്ലെ സ്വർഗദൂതനാണെന്ന് തോന്നുന്നു, എന്നോട് പറഞ്ഞു നിന്റെ പാപം എല്ലാം ദൈവപുത്രനായ യേശു തന്റെ ശരീരത്തിൽ എടുത്തിട്ടുണ്ട്. പാപമോചനം വെറുതെ ഒരു കൗൺസിലിംഗ് അല്ല, പക്ഷെ അത് ട്രാൻസ്ഫർ ആയിട്ട് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നിന്റെ പാപങ്ങൾക്ക് ക്ഷമയുണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വലിയ സമാധാനം തോന്നി.
അന്ന് ആദ്യമായിട്ട് ജീവിതത്തിൽ ഇതുപോലൊരു സമാധാനം എനിക്ക് കിട്ടി. പക്ഷെ പിന്നെ എനിക്ക് സംശയങ്ങളുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ചെയ്ത പാപത്തിന്റെ ബന്ധനങ്ങൾ ഉള്ളിലുണ്ട്. അപ്പൊ മുന്നോട്ട് പാപമില്ലാതെ എങ്ങനെ ജീവിക്കാൻ പറ്റുമെന്നുള്ളൊരു വലിയ ചോദ്യം എനിക്കുണ്ടായിരുന്നു. കഴിഞ്ഞു പോയതെല്ലാം ക്ഷമിച്ച് കിട്ടി, പക്ഷെ മുന്നോട്ടുള്ള കാൽവെപ്പ് എങ്ങനെയാണെന്ന് ഞാൻ വളരെ ദൈവത്തോട് ചോദിച്ചതിന് എനിക്ക് പിന്നെ ഉത്തരം തന്നു. ആരാന്ന് എനിക്കറിയത്തില്ല. എന്ന് വെച്ചാൽ യേശു ഇപ്പോഴും ജീവിക്കുന്നു, യേശുവിലൂടെ യേശുവിനോട് പ്രാർത്ഥിക്കുന്നു പറഞ്ഞു. അങ്ങനെ ഞാൻ യേശുവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് എൻ്റെ ജീവിതം പൂർണ്ണമായിട്ടും ഒരു മാസത്തിനുള്ളിൽ രൂപാന്തരപ്പെട്ട് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ദൈവം എന്നെ ആക്കിയെടുത്തു. അങ്ങനെ വന്നപ്പോൾ ഞാൻ പിന്നെ യേശുവിനെ അറിയാനിടയായി. പക്ഷേ പള്ളിയിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ എവിടെ പോകണ്ടേന്ന് അറിയത്തില്ല. ഞങ്ങളുടെ നാട്ടില് കത്തോലിക്ക, മാർത്തോമ, യാക്കോബ ഇങ്ങനത്തെ പള്ളികളെ അധികം മലബാറിൽ ഞങ്ങൾ കേട്ടിട്ടുള്ളൂ ഹിന്ദുക്കളായിരുന്നപ്പോ. അപ്പോൾ ഞങ്ങൾ വിവാഹം യാക്കോബിൽ വെച്ച് നടത്തിയതുകൊണ്ട് ഞാൻ യാക്കോബ പള്ളിയിൽ പോയി നോക്കി. പക്ഷെ അവിടെ എനിക്കൊരു സമാധാനവും കിട്ടില്ല. പിന്നെ ഞാൻ വീട്ടിൽ വന്ന് മുട്ടുകുത്തി കർത്താവിനോട് കരഞ്ഞു, കർത്താവേ, ഇത് സത്യമായൊരു പാതയാണോ അതോ ഞാൻ തിരഞ്ഞെടുത്തതാണോ? നീ എന്നെ തിരഞ്ഞെടുത്തതാണെങ്കിൽ എനിക്ക് എവിടെയാണ് ആരാധിക്കാൻ പോകേണ്ടത്, മുന്നോട്ട് വഴി എങ്ങനെയാണ് വിശ്വാസത്തിൽ മുന്നോട്ട് പോകേണ്ടതെന്ന് കാണിച്ചു തരണേന്ന് പറഞ്ഞപ്പോൾ ആ ആഴ്ച തന്നെ ദൈവം എൻ്റെ വീട്ടിലോട്ട് അവിടുത്തെ ചർച്ച് ഓഫ് ഗോഡിലെ പാസ്റ്ററേയും പിന്നെ 2-3 സഹോദരന്മാരെ അയച്ചു. അവർക്ക് ദൈവം ആലോചന കൊടുത്ത് ഞങ്ങളെ ഗേറ്റിൽ കൂടെ കടന്നു പോകുമ്പോൾ അങ്ങോട്ട് വരാൻ പറഞ്ഞു. അവരവിടെ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഞങ്ങൾ ക്രിസ്ത്യാനികളാണ്, പക്ഷെ ബൈബിളിനനുസരിച്ച് ജീവിക്കാൻ നോക്കുന്നവരാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചർച്ചിൽ വരാമെന്ന് പറഞ്ഞു. എനിക്ക് മനസ്സിലായത് ദൈവം അയച്ചതാണ്. ഞാൻ അവിടെ പോയി. പെന്തക്കോസ്റ്റ് ചർച്ചായിരുന്നു. ഒരു ചെറിയ കുടിലായിരുന്നു, ഷാക്ക് എന്ന് പറയും ഇംഗ്ലീഷ് പറയാന്ന് വെച്ചാൽ. അവിടെ ഇരിക്കാനുള്ള സൗകര്യങ്ങളൊന്നും ഇല്ല. ഒരു വരാന്തയിൽ ആണുങ്ങളും മറ്റ് വരാന്തയിൽ സ്ത്രീകളുമായിട്ട് നടുവിലും കോർണറിൽ പാസ്റ്റർ നിന്ന് വചനം പറയുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഒരു വർഷം അവിടെ അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നു. പതുക്കെ ദൈവത്തിന്റെ ആത്മാവ് എൻ്റെ ബോധ്യമെല്ലാം തെളിയിച്ച് എനിക്ക് വളരെ സമാധാനവും പ്രത്യാശയും തന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എൻ്റെ വൈഫിനോടും പറഞ്ഞു, എന്താ ചർച്ചിലോട്ട് വരാത്ത, നമുക്ക് ചർച്ചിൽ പോവാം. അപ്പോൾ വൈഫ് പറഞ്ഞു, യാക്കോബ ചർച്ചിൽ ഞാൻ പോകുന്നത് അവിടെ കണ്ട്, അതുകൊണ്ട് എന്നാലും ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിച്ച് വൈഫ് വന്നു. അവിടെ താഴെ ഞങ്ങൾ വീടിന്റെ താഴെ IPC ഹെബ്രോൺ ഒക്ലഹോമയിലെ കുഞ്ഞുമോൻചാനും ജോർജ് മാത്യുവും കുടുംബം ഉണ്ടായിരുന്നു. അവർ വലിയൊരു തുണയായിരുന്നു ഞങ്ങൾക്ക്, വലിയൊരു ആത്മീക പാരൻസിനെ പോലെ ആയിരുന്നു. ആ പെന്തക്കോസ്റ്റ് ചർച്ചിലേക്ക് ഞാൻ വൈഫിനെ വിളിച്ചു. ആദ്യം വന്നപ്പോൾ വൈഫിന് ഒട്ടും ഇഷ്ടമായില്ല. പക്ഷെ ദൈവം വൈഫിനോട് പറഞ്ഞിട്ട് വീണ്ടും വൈഫ് ചർച്ചിലോട്ട് വന്നു. പെട്ടെന്ന് തൻ്റെ ജീവിതം ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുത്തു. അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതം ദൈവത്തിന്റെ പ്ലാനും പരിപാടിക്കനുസരിച്ചാണ്. പിന്നെ പ്രാർത്ഥിച്ചു. അവിടെ 10-15-16 ഏക്കർ റബ്ബർ ഉണ്ടായിരുന്നു, അമ്മയുണ്ടായിരുന്നു, അച്ഛൻ മരിച്ചിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവം ഞങ്ങളോട് ഇടപെട്ടിട്ട് ബൈബിൾ സ്റ്റഡിക്ക് വേണ്ടി പോവാൻ വഴികൾ തുറന്നു. അപ്പോൾ ഞാൻ എൻ്റെ സ്വത്തെല്ലാം അമ്മയ്ക്ക് എഴുതി കൊടുത്തിട്ട് ഞാനും എൻ്റെ വൈഫും 2 വയസ്സുള്ള 2 ട്വിൻ ഗേൾസ്, ഇരട്ട പെൺപിള്ളേരെ കൂട്ടിയിട്ട് വൈഫിന്റെ ഓർണമെന്റ്സ് എല്ലാം വിട്ടിട്ട് ഞങ്ങൾ ട്രെയിൻ ടിക്കറ്റ് എടുത്ത് പൂനെയിൽ യൂണിയൻ ബിബ്ലിക്കൽ സെമിനാരിൽ പഠിക്കാൻ പോയി. അവിടെ 3 വർഷം പഠിച്ചു. അതിനുശേഷം ദൈവം 40 ദിവസം ഉപസിച്ചപ്പോ ഞങ്ങളെ ഒരു സ്ലമ്മിലേക്ക് അയച്ചു, ഒരു ചേരി പ്രദേശത്തോട്ട്. ആ ചേരി പ്രദേശത്ത് ഒന്നുമില്ലായിരുന്നു ഞങ്ങൾക്ക്. ഏലിയ ജീവിച്ച പോലെ 4 വർഷം ഞങ്ങള് ഓരോ ദിവസത്തെ ആഹാരം കഴിച്ച് ജീവിച്ചു. ദൈവം തരുമായിരുന്നു 10 രൂപ 20 രൂപ അങ്ങനെ. പക്ഷെ എനിക്കൊരു ദർശനം ഉണ്ടായതെന്ന് വെച്ചാൽ എൻ്റെ ആത്മീകമായിട്ടുള്ള വിഗ്രഹാരാധനയുടെ ശാപങ്ങളും തകർച്ചകളും എൻ്റെ സ്വന്തം പാപങ്ങളിൽ നിന്ന് ദൈവനെ വിടുവിച്ചെങ്കിൽ ഏതൊരു ഹിന്ദുവിനെയും ദൈവത്തിന് വിടുവിക്കാൻ കഴിയുമെന്നുള്ള ഒരു പൂർണ്ണ വിശ്വാസം എനിക്കുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ആ ചർച്ച എവിടെ വേണമെങ്കിലും കർത്താവ് അയച്ചാൽ പോവാം. കാരണം മനുഷ്യന് വേണ്ടി മരിച്ച കർത്താവ് ഏതൊരു മനുഷ്യനെയും രക്ഷിക്കാൻ മതിയായവനാണ്. നമ്മൾ സൊസൈറ്റി പ്രകാരം വലിയവരല്ല. പണ്ട് സൊസൈറ്റി പ്രകാരം വലിയവരായിരുന്നെങ്കിലും കർത്താവ് നമ്മളെ സന്ദർശിച്ചു, രക്ഷ തന്നു, സ്വർഗ പ്രത്യാശ തന്നു. അതുകൊണ്ട് ആ സ്ലമ്മിൽ തന്നെ ജീവിക്കാനും മരിക്കാനും ഞങ്ങളെ അവിടെ പിന്നെയും ബൈബിൾ കോളേജിൽ ഒരു കുഞ്ഞുണ്ടായിരുന്നു.
സ്ലമ്മിലൊരു കുഞ്ഞുണ്ടായിരുന്നു. 4 പിള്ളേരെ വെച്ചിട്ടാണ് ഞങ്ങൾ ആ സ്ലമ്മിൽ ജീവിച്ചിരുന്നത്. അവിടെ ഒരു ചർച്ച് വന്നിരുന്നു. അവിടെ വളരെയധികം അധപതിച്ച് കിടക്കുന്ന ഒരു കൂട്ടത്തിൽ വേറൊരു ദേവദാസനം വന്ന് വിടുതലിന്റെ ശുശ്രൂഷ ചെയ്തൊരു വലിയൊരു കൂട്ടം, അങ്ങനെ പ്രത്യാശയില്ലാത്ത തകർന്ന് നശിച്ചു പോകുന്ന പെൺകുട്ടികളും ആൺകുട്ടികളും എല്ലാം കർത്താവിൽ വന്ന് അവിടെ ഒരു ചർച്ച ഇപ്പോഴും ഉണ്ട്. 4 വർഷം കഴിഞ്ഞപ്പോൾ കർത്താവ് ഞങ്ങളെ ബൈബിൾ കോളേജിലേക്ക് അയച്ചു, ഡെറാഡൂൺ ന്യൂ തിയോളജിക്കൽ കോളേജിലേക്ക്. അവിടെ പഠിപ്പിക്കാൻ അയച്ചു. ഞാൻ 3 വർഷം അവിടെ പഠിപ്പിച്ചു. പക്ഷെ എനിക്ക് ബൈബിൾ കോളേജിൽ ഇരിക്കാൻ താല്പര്യമില്ലായിരുന്നു. ദൈവം എന്നെ നടത്തി അവിടെ നിന്ന് ഒരു ലെപ്രസി കോളനിയിൽ ഞങ്ങൾക്ക് ചർച്ച് സ്ഥാപിക്കാൻ വേണ്ടി കർത്താവ് ഞങ്ങളെ കൊണ്ടുപോയി. അവിടെ 10-13 ലെപ്രസി പേഷ്യൻസ് കർത്താവിനെ അറിഞ്ഞ് പ്രത്യാശയോടെ മരിച്ചവരാണ്, ഞങ്ങൾ ഇറക്കിയതാണ്. പിന്നെ ഇപ്പൊ ചർച്ച് വലുതായിരിക്കുന്നു. ഞാൻ പിന്നെ വടക്കേ ഇന്ത്യയിലെല്ലാം യാത്ര ചെയ്തു. പല സ്ഥലങ്ങളും അരുണാചൽ പ്രദേശിലും ജമ്മു കാശ്മീരിലും വെസ്റ്റ് ബംഗാളിലെ ആദിവാസികളുടെ ഇടയിലെല്ലാം പോയി ചർച്ചസിൽ പോയി താമസിച്ച് അവിടുത്തെ മിക്ക പാസ്റ്റർമാരും മലയാളികളായിരുന്നു. പക്ഷെ അവരവിടെ ക്ഷീണിച്ചു പോയുമ്പോൾ ദൈവം എന്നെ അവിടെ കൊണ്ടുപോയായിരുന്നു. അങ്ങനെ പാസ്റ്റർമാർക്കും വിശ്വാസികൾക്കും ഒരു പ്രോത്സാഹനം, എൻകറേജ്മെന്റും ശക്തീകരണമായിട്ട് ദൈവം എന്നെ പല സ്ഥലങ്ങളിലും കൊണ്ടുപോയി. അത് അങ്ങനെ ഞങ്ങൾ അധികം സാക്ഷ്യം പറയാച്ചാൽ നമുക്ക് ഓരോ ദിവസവും സാക്ഷ്യം പറയാം. ഇന്നലത്തെ അത്ഭുതം പറയാനുണ്ട്, ഇന്നത്തെ അത്ഭുതം പറയാനുണ്ട്. ഞങ്ങൾ ഒന്നുമില്ലാതെ വീട്ടിൽ നിന്ന് ഇറങ്ങി തിരിച്ച് വിശ്വാസത്താൽ ജീവിച്ചു. വൈഫ് അവിടെ ഇംഗ്ലീഷ് 17 വർഷം പഠിപ്പിച്ചു. പക്ഷെ ഞാൻ ബൈബിൾ കോളേജ് വിട്ട് പാവങ്ങളുടെ മധ്യ ശുശ്രൂഷിക്കാൻ പോയി. ജയിലിൽ ശുശ്രൂഷ ചെയ്യുമായിരുന്നു ഡൽഹിയിൽ. അവിടെയും പലവരും രക്ഷിക്കപ്പെട്ടു. അങ്ങനെ ദൈവം ഞങ്ങളെ വളരെ അനുഗ്രഹമായി നടത്തി. ഇപ്പോൾ ഞങ്ങൾക്ക് തന്ന 4 പിള്ളേരിൽ ഒരു മോൾ ഇവിടെ ഉണ്ട്, ഹസ്ബൻഡ് മിനിസ്ട്രിയിലാണ്. വേറെ മോള് സിഡ്നിയിലുണ്ട്. വേറൊരു മോൻ ബാംഗ്ലൂരിൽ ഉണ്ട്. ഒരു മോൻ ഇവിടെ വന്നിട്ടുണ്ട്. ഓസ്ട്രേലിയയിൽ കഴിഞ്ഞിടയ്ക്ക് വിവാഹം നടത്തി. ഞങ്ങൾ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല ഞങ്ങൾക്കൊരു ഭാവി ഉണ്ടാവും. കർത്താവിന്റെ കൂടെയുള്ള ഭാവി ഉണ്ടെന്ന് ഉറപ്പുണ്ടായിരുന്നു. പക്ഷെ ലോകപ്രകാരം എൻ്റെ മക്കളുടെ കല്യാണത്തിന് വേണ്ടി പിന്നെ ഞാൻ ഒന്നും കരുതില്ലായിരുന്നു. അവർക്ക് വേണ്ടി ഒന്നും കരുതില്ല. പക്ഷെ ഞാൻ എനിക്ക് കുഞ്ഞുങ്ങളെ തന്നപ്പോ ദൈവം സങ്കീർത്തനത്തിൽ പറഞ്ഞു, ദ ചിൽഡ്രൻ ആർ എ ഹെറിറ്റേജ് ഓഫ് ദ ലോർഡ്, ദ ഫ്രൂട്ട് ഓഫ് ദ വൂംബ് ഈസ് ഹിസ് റിവാർഡ്. അത് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവാണ് കുഞ്ഞുങ്ങളെ തന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങളെ കർത്താവ് നോക്കും. അങ്ങനെ അവരുടെ പഠനം, അവരുടെ വിവാഹം, 4 പേരുടെ, ഇപ്പൊ ഒരു മോന്റെ കഴിഞ്ഞ ഒരാഴ്ചക്ക് മുമ്പ് ഇവിടെ നടന്നു. അങ്ങനെ എല്ലാം ഭംഗിയായിട്ട് ഇത്രത്തോളം ചെയ്യുന്നത്. എനിക്ക് ഒരു കാര്യം മാത്രം വചനത്തിലേക്ക് ഞാൻ വരുന്നു. കുറച്ചു നേരം വചനം പറയുന്നതിന് മുമ്പ് എനിക്കൊന്ന് പറയാനുണ്ട്. നമ്മളെ കർത്താവ് നമ്മളെ സ്നേഹിച്ചതുപോലെ ആരും ഈ ലോകത്തിൽ നമ്മളെ സ്നേഹിക്കത്തില്ല. പിന്നെ ഈ കർത്താവ് നമ്മൾ ഒരു നാളും കൈവിടില്ല, ഒരു നാളും ഉപേക്ഷിക്കില്ല. ഒരു അമ്മയെ പോലെ വാത്സല്യ സ്നേഹത്തോടെ നമ്മളെ സ്നേഹിക്കുന്ന ഒരു ദൈവമാണ്. ഞാൻ മതമായിട്ട് ക്രിസ്ത്യത്വം കാണുന്നില്ല. കർത്താവുമായിട്ടൊരു ബന്ധമാണ് നമ്മളെ ക്രിസ്ത്യ വിശ്വാസം. അത് ഹിന്ദു, ക്രിസ്ത്യാനി, അങ്ങനെ മുസ്ലിം എന്ന് പറഞ്ഞ മതമായിട്ട് ഞാൻ ഇതുവരെ അനുഭവിച്ചിട്ടില്ല. ദൈവം സകല മനുഷ്യരെയും സ്നേഹിക്കുന്നു. മനുഷ്യർക്ക് വേണ്ടി മനുഷ്യനായി വന്ന യേശു ക്രിസ്തുവിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ, കർത്താവുമായിട്ടൊരു ബന്ധം പുലർത്തുമ്പോൾ കർത്താവ് നമ്മളെ കരം പിടിച്ച് നടത്തുന്നു. നമ്മളല്ല, അതും കർത്താവിന്റെ ദാനം. വിശ്വാസവും കർത്താവിന്റെ ദാനമാണ്. വിശ്വാസത്തിലേക്ക് വരുത്തുന്നതും കർത്താവാണ്. യോഹന്നാന്റെ 6:44 കർത്താവ് പറയുന്നു, പിതാവ് ആകർഷിച്ചല്ലാതെ ആർക്കും എൻ്റെ അടുത്ത് വരാൻ പറ്റത്തില്ല. പിതാവ് നമ്മളെ ആ തകർച്ചയിൽ എല്ലാവർക്കും, നമ്മൾ സാധാരണക്കാരുടെ നല്ല ആൾക്കാരെയാണ് നമ്മൾ കൂട്ടുപിടിക്കുന്നത്. പക്ഷെ ദൈവം തകർന്നവരെയും ആർക്കും വേണ്ടാത്തവരെയും ഉടഞ്ഞു പോകുന്നവരെയും സ്നേഹിച്ച് സ്വന്തം മക്കളാക്കി വാത്സല്യത്തോടെ നടത്തുന്ന ഒരു അനുഭവമാണ് ഞങ്ങൾക്കുണ്ടായിട്ടുള്ളത്. ആ ദർശനമാണ് ഞങ്ങൾക്കുള്ളത്. അതുകൊണ്ട് പലപ്പോഴും ആർക്കും വേണ്ടാത്തൊന്നും ഒന്നിനും കൊള്ളാത്ത ജനത്തിന്റെ ഇടയ്ക്ക് കടന്നുപോയിട്ട് ദൈവസ്നേഹത്തിൽ അവർ രൂപാന്തരം പ്രാപിച്ച് പ്രത്യാശയോടെ ദൈവത്തെ ആരാധിച്ച് സ്തുതിച്ച് ദൈവത്തെ സ്നേഹിച്ച് അങ്ങനെ മുന്നോട്ട് യാത്ര ചെയ്യുന്നവരുടെ അടുത്തേക്ക് പോകാനാണ് ഇപ്പോഴും ഞങ്ങൾക്ക് ആഗ്രഹം. അതുകൊണ്ട് പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ചും ഇപ്പോൾ കുറച്ചു കാലമായിട്ട് ബാംഗ്ലൂരാണ് ചർച്ചസിലേക്ക് യാത്ര ചെയ്യും ഞങ്ങൾ 2 പേരും കൂടി. പക്ഷെ ആരും എത്താത്ത സ്ഥലങ്ങളിൽ പോയിട്ട് ഇനിയും താമസിച്ച് ദൈവം ആരോഗ്യവും ബലവും തരികയാണെങ്കിൽ അങ്ങനെ ചെയ്യണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. പാവങ്ങളുടെ മധ്യയുള്ള ഒരു ശുശ്രൂഷയാണ് കർത്താവിനെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം.
അടുത്ത പഠിക്ക് വേണ്ടിയിട്ട്. ഞങ്ങൾ രണ്ടുപേരുടെ ആരോഗ്യം ഒത്തിരി വിഷമത്തിലാണ്. എന്നാലും എനിക്ക് കുറച്ചു നേരം വചനം പറയാൻ ഉദ്ദേശിക്കുന്ന വെച്ചാൽ, ഞാൻ വചന പ്രാസംഗികനല്ല, പക്ഷെ പ്രബോധിപ്പിക്കുന്ന പോലെ കർത്താവ് അടുത്ത ഇടങ്ങളിൽ എന്നോട് സംസാരിച്ചതും ഞങ്ങളോട് സംസാരിച്ചതും കർത്താവ് ദർശനം തന്നതുമായിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾക്കും പ്രയോജനപ്പെടുന്നു വിചാരിച്ച് ഞാൻ പറയുകയാണ്. ഈ കൊറോണ വൈറസ് തുടങ്ങുന്നതിന്റെ കുറച്ച് മുമ്പേ കർത്താവ് പറഞ്ഞു എല്ലാത്തിന്റെ അന്ത്യം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. The end of all things is at hand. 1 പത്രോസിന്റെ 4:7 എഴുതിയിരിക്കുന്നു. The end of all things is at hand. Therefore be serious and watchful in your prayers. പലപ്പോഴും നമ്മള് ഈ കൊറോണ കഴിഞ്ഞിട്ടും നിത്യതയിലേക്ക് നോക്കാതെ ഭൂമിയിലേക്ക് തന്നെ നോക്കുന്ന അനുഭവമാണ് പലപ്പോഴും നമുക്ക് വിശ്വാസികൾക്ക് പോലും വന്നു പോകുന്നത്. കർത്താവ് പറയുന്ന കർത്താവിന്റെ വരവ് വളരെ അടുത്തിരിക്കുന്നു. ലോകത്തിൽ കാണുന്നതെല്ലാം അത് വചനപ്രകാരം എടുത്തു കാണിക്കുന്നു. ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞിട്ട് ഇന്ന് കമ്പ്യൂട്ടറും ഇന്റർനെറ്റിലും കൺട്രോൾ ചെയ്യുന്ന 666 വരവിന് എടുത്തു കാണിക്കുന്നു. യുക്രൈനെ റഷ്യ അറ്റാക്ക് ചെയ്ത് എസെക്കിയേൽ 38-39 കടക്കാൻ പോകുന്ന ഒരു അനുഭവത്തിലേക്ക് വരുന്നു. ലോകം കർത്താവിന്റെ പ്ലാൻ അനുസരിച്ച് പോവുകയാണ് മുന്നോട്ട്. നമ്മൾ അതിൽ അത് വളരെ കരുതി കർത്താവിന്റെ വരവിന്റെ പ്രത്യാശയിൽ നമ്മൾ ജീവിക്കേണ്ടവരായിരുന്നു. ഈ ലോകത്തിനുള്ളവരല്ല നമ്മൾ എന്ന് യോഹന്നാന്റെ 17 കർത്താവ് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് കർത്താവിന്റെ വരവ് എപ്പോഴാന്ന് അറിയത്തില്ല. നമ്മളെ മനസ്സ് സ്വർഗത്തിലും കർത്താവിലും ഏകാഗ്രതയോടെ വെക്കുവാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. പിന്നെ ഒരു വിഷയം കർത്താവ് എന്നോട് വീണ്ടും വീണ്ടും പറഞ്ഞതെന്ന് വെച്ചാൽ 2 കൊരിന്ത്യന്റെ 11:1-2 വാക്യത്തിൽ പറയുന്നു, ഹവ്വയെ സാത്താൻ വഞ്ചിച്ചതുപോലെ നിങ്ങളുടെ ഹൃദയം കർത്താവിനോടുള്ള ഏകാഗ്രതയും ഒരു പ്യൂർ ഡിവോഷനിൽ നിന്നും അകറ്റിക്കളയുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്നൊക്കെ പൗലോസ് പറയുന്നു. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ചിലപ്പോ മിനിസ്ട്രിയിൽ ബിസി ആയിരിക്കാം, ജോലിയിൽ ബിസി ആയിരിക്കാം, ലോകത്തിന്റെ കാര്യങ്ങളിൽ ബിസി ആയിരിക്കാം. ഇതൊക്കെ ചെയ്യുമ്പോൾ കർത്താവുമായിട്ടൊരു വ്യക്തിപര ബന്ധം പുലർത്താൻ നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നു. ദാവീദ് പറഞ്ഞത് ഞാൻ ഒരു കാര്യം മാത്രം ആഗ്രഹിക്കുന്നു, എന്തെന്ന് വെച്ചാൽ കർത്താവിന്റെ ആലയത്തിൽ വസിച്ച് കർത്താവിന്റെ മനോഹരത്വം കാണുവാനായിട്ട്. ബെത്തനിയിലെ മറിയ അതായിരുന്നു, കർത്താവിന്റെ പാദപീഠമായിരുന്നു. ഈ ദിവസങ്ങളിൽ കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് എല്ലാറ്റിനുപരി കർത്താവുമായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ഒരു ഇൻഡിവിജ്വൽ റിലേഷൻഷിപ്പ് വേണം. ബ്രൈഡ് ഗ്രൂം ആയിട്ട് ബ്രൈഡിന്റെ റിലേഷൻ. ബ്രൈഡ് കർത്താവിന്റെ മണവാട്ടി ആണെങ്കിൽ എഫിസിയർ ചർച്ചിന് റെവലേഷന്റെ 2-ാമത്തെ അധ്യായത്തിൽ കർത്താവ് പറയുന്നു, നിങ്ങൾ അധ്വാനം ഞാൻ കാണുന്നു, കള്ളന്മാരെ നിങ്ങൾക്ക് പൊറുക്കാൻ പറ്റുന്നില്ല, കള്ളപ്പോസ്റ്റലന്മാരെ നിങ്ങൾ സഹിച്ചിരിക്കുന്നു, എന്നാൽ ഒരു കാര്യം എനിക്കുണ്ട്, നിങ്ങൾ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന്. ആദ്യ സ്നേഹം, അതുകൊണ്ട് മാനസാന്തരപ്പെട്ട് ആദ്യ സ്നേഹത്തിലേക്കും ആദ്യ പ്രവർത്തനത്തിലേക്കും വരാൻ കർത്താവ് അവിടെ പ്രബോധിപ്പിക്കുന്നു. പക്ഷെ ചരിത്രം കാണുമ്പോൾ യോഹന്നാൻ അവിടെ ഒരു എൽഡർ ആയിരുന്നു, അപ്പോസ്തലൻ. യേശുവിന്റെ അമ്മ മറിയെ അവിടെ ശുശ്രൂഷിച്ചിരുന്നാണ് ചരിത്രം പറയുന്നത്. പൗലോസ് അവിടെ ഒത്തിരി പ്രവർത്തിച്ചിരുന്നു. ആ സഭ ആദ്യ സ്നേഹം വിട്ടുപോയി എന്ന് പറഞ്ഞിട്ട് കർത്താവ് തന്നെ അവരെ തിരിച്ചെടുക്കാൻ നോക്കുന്നു. പക്ഷെ ചരിത്രം എന്താ പറയുന്നത് വെച്ചാൽ അവരത് ചെവി കൊണ്ടില്ല. അതുകൊണ്ട് 10 വർഷത്തിന്റെ ഉള്ളിൽ ആ സഭ, എഫിസ്യസ് സഭ ഇല്ലാതായിപ്പോയി. നമുക്കെല്ലാവർക്കും നമ്മൾ എന്തൊക്കെ നന്മകളും ചെയ്താലും എന്തൊക്കെ ആത്മീക ഉത്സാഹം ഉണ്ടെങ്കിലും ക്രിസ്തുവായിട്ടുള്ള ഒരു വ്യക്തിപര ബന്ധം നമുക്ക് ഓരോരുത്തർക്കും. നമ്മുടെ സഭയിലെ മെമ്പറായിട്ട് മാത്രം പോരാ, ഇതെങ്കിലും ഉപദേശത്തിൽ ഒന്നിച്ച് നിൽക്കുന്നതായിട്ടും പോരാ. പക്ഷെ പൗലോസ് പറയുന്ന പോലെ ഞാൻ ആരെ വിശ്വസിക്കുന്നു ഞാൻ അറിയുന്നു. അതുപോലെ ഗലാത്യർ 2:20 പറയുന്നു, ഞാൻ ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടു, ഇപ്പൊ ഞാൻ ജീവിക്കുന്നത് എനിക്ക് വേണ്ടി ജീവൻ തന്ന ക്രിസ്തുവിൽ ആശ്രയിച്ചുകൊണ്ടാണ്. അത് ഫസ്റ്റ് പേഴ്സൺ ആണ്, ഞാനെന്നാ പറയുന്നത്. നമുക്ക് ഓരോരുത്തർക്കും ഒരു വ്യക്തിപരബന്ധം വേണം. ഭർത്താവിനൊരു വ്യക്തിബന്ധം വേണം, ഭാര്യയ്ക്ക് ഒരു പ്രത്യേക റിലേഷൻഷിപ്പ് വേണം. അങ്ങനെ എന്നിട്ട് നമ്മൾ ഒന്നിച്ച് കർത്താവിനെ സ്നേഹിക്കും, കർത്താവിനെ ശുശ്രൂഷിക്കും ചെയ്യണം. അതുകൊണ്ട് കർത്താവ് ഓർപ്പിച്ച അന്ത്യം വന്നിരിക്കുകയാണ്. പ്രാർത്ഥനയിൽ ഒത്തിരി ജാഗരിക്കണം.
നമ്മൾ എത്ര സമയം കിട്ടുമ്പോൾ എപ്പോൾ ചെയ്യുമ്പോൾ നമ്മൾ ജോലി എടുക്കുമ്പോഴും നമുക്ക് ഏകാഗ്രതയോടെ ജീവിക്കും. കർത്താവുമായിട്ടൊരു വ്യക്തിപരം ബന്ധം മണവാളിനും മണവാട്ടിയെപ്പോലെ. കാരണം അതുപോലെ നമ്മൾ സ്നേഹിക്കുന്ന ഒരു യേശുവാണ് നമുക്കുള്ളത്. സ്നേഹത്തിന് പകരം സ്നേഹം കൊടുത്തേ മതിയാവും. ഉത്തമഗീതത്തില് 8-ാം അധ്യായത്തിൽ പറയുന്നുണ്ടല്ലോ, സെറ്റ് മീ ആസ് എ സീൽ അപ്പോൺ യുവർ ഹാർട്ട്, സെറ്റ് മീ ആസ് എ ഹാർട്ട് അപ്പോൺ യുവർ ആം. നമ്മൾ കർത്താവിനെ എല്ലാമായിട്ട് എവറിത്തിങ്, ഈ ലോകത്തിന്റെ കാര്യങ്ങളെക്കാട്ടിലും നമ്മുടെ ആവശ്യങ്ങളെക്കാട്ടിലും നമ്മുടെ ആരോഗ്യത്തെക്കാട്ടിലും നമ്മുടെ നിത്യ ജോലികളെക്കാട്ടിലും നമ്മുടെ കുടുംബത്തെക്കാട്ടിലും നമ്മുടെ എന്തു തന്നെ ആയിക്കോട്ടെ, നമ്മൾ വേലയെക്കാട്ടിലും യേശുവിനെ സ്നേഹിക്കുക, യേശുവിനാൽ സ്നേഹിക്കപ്പെടുക, പിന്നെ യേശുവിനെ സ്നേഹിക്കുക, പിന്നെ ഒന്ന് ചേർന്ന് മറ്റുള്ളവരെ സ്നേഹിക്കുക. ഇത്രയേ ഉള്ളൂ പുതിയ നിയമം. കർത്താവിനാൽ സ്നേഹിക്കപ്പെടുക, കർത്താവിനെ സ്നേഹിക്കുക, ഒന്നിച്ച് മറ്റുള്ളവരെ സ്നേഹിക്കുക. സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല എന്ന് 1 Corinthians 13 പറയുന്നു. അതെന്നെ പലപ്പോഴും യാത്രയുടെ യാമങ്ങളിൽ ദൈവം ഉണർത്തി പെട്ടെന്ന് ഈ വചനം 1 Corinthians 13 പലപ്പോഴും എനിക്ക് ആവർത്തിച്ച് പറഞ്ഞു തരുന്നു. അന്ത്യനാളാണ്, അനേകരുടെ സ്നേഹം കുറഞ്ഞു പോകും എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് കർത്താവ് പറയുന്നത് ആദ്യം അന്യോന്യം സ്നേഹിക്കണം. ഭാര്യ ഭർത്താവ് തമ്മിൽ സ്നേഹം വേണം, കുഞ്ഞുങ്ങളോട് സ്നേഹം വേണം, പിന്നെ ചർച്ചിൽ സഹോദരി സഹോദരന്മാരായിട്ട് തമ്മിൽ സ്നേഹം വേണം, താഴ്മയും സത്യവും സ്നേഹം ആയിട്ട് യേശുവിനെ പോലെ ആകുവാനാണ് ദൈവം നമ്മളെ വിളിച്ചിട്ടുള്ളത്. വെറുതെ ക്രിസ്ത്യാനിയോ പെന്തക്കോസ്റ്റോ എന്ന് പറഞ്ഞ് ജീവിക്കാനല്ല. നമ്മൾ ക്രൈസ്റ്റ് ലൈക്ക് നേച്ചറിലേക്ക് കടക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ ആഴത്തിൽ ശുദ്ധീകരണവും ഒരു പ്രവർത്തനവും ബിൽഡിങ്ങും നടത്തുന്നതാണ്. നമ്മൾ കൊശവന്റെ കയ്യിൽ കളിമണ്ണ് പോലെ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കാമെങ്കിൽ എന്തൊക്കെ കഷ്ടമുണ്ടെങ്കിലും എന്തൊക്കെ പ്രയാസമുണ്ടെങ്കിലും എല്ലാം നമുക്ക് വേണ്ടി റോമർ 8:28-29 പറയുന്ന പോലെ പുത്രനോട് അനുഭവപ്പെടുന്നതിന് വേണ്ടി എല്ലാം നമുക്ക് നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്ന ഒരു ദൈവമാണ്. ഈ ഭൂമിയിൽ ദൈവത്തോട് ചോദിച്ച് കുറച്ച് സുഖമായി ജീവിക്കാനല്ല ദൈവം നമ്മൾ വിളിച്ചിട്ടുള്ളത്, ദൈവത്തെ മഹത്വപ്പെടുത്തുവാനാണ് വിളിച്ചിട്ടുള്ളത്. ആദാമും ഹവ്വയും സ്വർഗരാജ്യം നഷ്ടപ്പെടുത്തിയപ്പോൾ അന്ത്യനാളിൽ ക്രിസ്തുവിനെ മണവാട്ടിയായ സഭ ഓരോരുത്തരും എഫെസ്യർ 5:1 പറയുന്ന പോലെ ഒരു സൗരഭ്യമായിട്ട് ഭൂമിയിൽ ജീവിക്കണം. നമ്മളൊരു സൗരഭ്യമായിട്ട് ജീവിക്കുന്നെങ്കിൽ നമ്മൾ ഒരു പെട്ടകം, ഒരു ഒബേദോമിന്റെ വീട്ടിൽ പെട്ടകം വന്നപ്പോൾ അനുഗ്രഹിക്കപ്പെട്ടല്ലോ. നമ്മൾ താമസിക്കുന്ന ലൊക്കാലിറ്റി, നമ്മൾ താമസിക്കുന്ന പട്ടണം, നമ്മൾ താമസിക്കുന്ന രാജ്യം നമ്മൾ മുഖാന്തരം അനുഗ്രഹിക്കപ്പെടും. നമ്മൾ അവർക്കൊരു കാവലായിരിക്കും. അനേകർ ഇനി കർത്താവിന്റെ വരവിന് മുമ്പേ വലിയൊരു കൊയ്ത്ത് ഇപ്പൊ നമ്മുടെ മുമ്പിലുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഉപദ്രവം വരുന്നു. പക്ഷെ നമ്മൾ ഉപദ്രവത്തെ അല്ല നോക്കണ്ട, ഓപ്പർച്യൂണിറ്റീസിനെ നോക്കണ്ടേ. ഈ ഉപദ്രവം എല്ലാം വന്നെങ്കിൽ ആദിമസഭ ഉപദ്രവത്തിന് നടുവിൽ നിന്ന് വളർന്ന പോലെ ഇന്ത്യയിൽ വലിയൊരു ഉണർവ് വരാൻ പോകുന്നു. ചെറുതല്ല, ലക്ഷക്കണക്കിന് ജനം, എല്ലാ മതക്കാരും ക്രിസ്തുവിലേക്ക് വരുന്ന ഒരു അവസ്ഥ, അനേകർ വരുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. ഇത് കണ്ടറിഞ്ഞുകൊണ്ടാണ് പെർസിക്യൂഷൻ വരുന്നത്. പെർസിക്യൂഷൻ കൊണ്ടുവരുന്നത് സാത്താനാണ്. നിയമത്തിലൂടെയും അല്ലെങ്കിൽ നേരിട്ട് എതിർപ്പോടും കൂടി കൊണ്ടുവരുന്നത് സാത്താനാണ്. അതുകൊണ്ട് നമ്മളോട് കർത്താവ് എന്താ പറഞ്ഞത്? ശത്രുക്കളെ സ്നേഹിക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവരും രക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണം. സ്റ്റെഫനോസ് മരിച്ചപ്പോൾ, സ്റ്റെഫനോസിനെ കൊന്ന സമയത്ത് പൗലോസിന് വേണ്ടി സ്റ്റെഫനോസിന്റെ കുടുംബവും സഭയും പ്രാർത്ഥിച്ചു കാണും. അതുകൊണ്ട് പൗലോസിനെ ദൈവം എഴുന്നേൽപ്പിച്ചു. അതുപോലെ നമുക്ക് ഒരു വലിയ പ്രത്യാശയുള്ളവരായി ജീവിക്കാനാണ് കർത്താവ്. കഷ്ടമുണ്ട് ഈ ഭൂമിയിൽ. കർത്താവും പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഭൂമിയിൽ കഷ്ടമുണ്ട്, പക്ഷെ എന്നിൽ സമാധാനമുണ്ടാകും. ക്രിസ്തുവിൽ മാത്രമേ ഈ ലോകത്തിൽ എന്തെങ്കിലും ഒരു അർത്ഥമുള്ളൂ, എന്തെങ്കിലും ഒരു സമാധാനമുള്ളൂ. നമ്മൾ ഈ ലോകത്തിനുള്ളവരല്ല. യോഹന്നാൻ 17 പ്രത്യേകിച്ച് എടുത്ത് പറയുന്നുണ്ട് കർത്താവ്, ഞാൻ ലോകത്തിൽ അല്ലാത്ത പോലെ ഇവരും ലോകത്തിനുള്ളവരല്ല. നമ്മൾ ഇവിടെ സ്വർഗീയ പൗരന്മാരാണ്. നമ്മൾ ദൈവത്തിന്റെ അംബാസിഡേഴ്സാണ്. നമ്മൾ ക്രിസ്തുവിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് നമ്മൾ വിശുദ്ധിയും സത്യവും താഴ്മയും സ്നേഹവും നിറഞ്ഞൊരു ജീവിതം നയിക്കാൻ കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ വലിയ പ്രത്യാശയോടുകൂടി പ്രാർത്ഥിക്കണം. ഭാരതത്തിന് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കണം, അമേരിക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, മറ്റുള്ള രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, കർത്താവിനെ അറിയാത്ത എല്ലാ രാജ്യങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കണം. ആരെയും രൂപാന്തരപ്പെടുത്താൻ കർത്താവിന് കഴിയും. കർത്താവിന്റെ ഒരു കൊയ്ത്ത് ഉണ്ട്. നമുക്ക് ജഡരക്തങ്ങളോട് പോരാട്ടമില്ല. സാത്താന്റെ ശക്തികളാണ് ഈ മനുഷ്യരെ അന്തരാക്കുന്നത്. ഈ അമേരിക്കയിലെ വെടിവെപ്പും ഇതും എല്ലാം നമ്മൾ സ്നേഹമുള്ളവരും സമാധാനമുള്ളവരും താഴ്മയുള്ളവരും സത്യമുള്ളവരാണ്. നമ്മുടെ പ്രാർത്ഥന വലിയ ഫലമുള്ളതാണ്. എന്നിട്ട് ഞാൻ ഈ വചനം പറയുന്നതിന് വേണ്ടി ദൈവസേനയിൽ ഇരുന്നപ്പോ വൈകിട്ട് കർത്താവിനെ ഒരു കാര്യം ഉറപ്പിച്ചു. സ്കോട്ട്ലൻഡും ഇംഗ്ലണ്ടും തമ്മിൽ എപ്പോഴും വഴക്കായിരുന്നു.
സ്കോട്ട്ലൻഡ്, ഇംഗ്ലണ്ടില് ക്വീൻ മേരി എന്ന് പറഞ്ഞ രാജ്ഞിയായിരുന്നു. അവരെല്ലാവരും ബ്ലഡി മേരി എന്നാണ് വിളിച്ചിരുന്നത്. കാരണം അവർ വളരെയധികം പേരെ കൊല്ലുകയും ഉപദ്രവിക്കുകയും ചെയ്തു, പ്രത്യേകിച്ച് പ്രൊട്ടസ്റ്റന്റ്സിന്. അവർ കാത്തലിക് ആയിരുന്നു. അപ്പൊ ജോൺ നോക്സ് എന്ന് പറഞ്ഞ ഒരു സ്കോട്ട്ലൻഡിൽ പ്രാർത്ഥനാ വീര്യനുണ്ടായിരുന്നു. അദ്ദേഹം പ്രാർത്ഥിക്കുക, ഗീമി സ്കോട്ട്ലൻഡ് ഓറൈറ്റായി. എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്രാർത്ഥനാ വീര്യനാണ്. അപ്പൊ ക്വീൻ മറിയ ഒരിക്കൽ ഇങ്ങനെ പറയാനിട വന്നു, ഞാൻ സ്കോട്ട്ലൻഡിലെ ആർമികളെ ഭയപ്പെടുന്നില്ല, പക്ഷെ ജോൺ നോക്സിൽ മുട്ടുമ്പോൾ നിൽക്കുന്നതാണ് ഞാൻ ഭയപ്പെടുന്നത്. അപ്പൊ നമ്മൾ വിശുദ്ധരായിട്ട്, താഴ്മയുള്ളവരായിട്ട്, സത്യമുള്ളവരായിട്ട്, ആത്മാർത്ഥമുള്ളവരായിട്ട്, ജെന്യൂൻ പീപ്പിളായിട്ട്, യേശുവിനുമായിട്ട് ബന്ധമുള്ളവരായിട്ട്, യേശുവിന് കൊള്ളുന്നവരായിട്ട് നമ്മൾ ജീവിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മളങ്ങ് സാത്താനും ഭൂമി വളർത്തുന്ന പറഞ്ഞ് നമ്മൾ വിട്ടുകൊടുക്കാനല്ല, നമ്മൾ പോരാളികളായിട്ട് സുവിശേഷത്തിന്റെ സത്യത്തിന് വേണ്ടി മണവാട്ടികളായിട്ട് ഒരു നല്ല ജീവിതം നമ്മൾ കാഴ്ചവെക്കുമ്പോൾ സ്വർഗരാജ്യം അവിടെ കടന്നു വരികയാണ്. അതുകൊണ്ട് കർത്താവ് വീണ്ടും ഓർത്ത് കർത്താവിന്റെ വരവ് വളരെ അടുത്തു. കർത്താവുമായിട്ട് വ്യക്തിപര ബന്ധം നമ്മൾ പുലർത്തണം. പിന്നെ സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല എന്ന് കർത്താവ്. ദൈവം സ്നേഹമാകുന്നു. 1 യോഹന്നാൻ 3:4 വീണ്ടും വീണ്ടും പറയുക. അവൻ നമ്മളെ സ്നേഹിച്ചുകൊണ്ട് നമ്മൾ അവനെ സ്നേഹിക്കുന്നു. കർത്താവാണ് നമ്മളെ തെരഞ്ഞെടുത്തിട്ടുള്ളത്. നമ്മൾ ദൈവത്തെ തെരഞ്ഞെടുത്തതല്ല. ദൈവം നമ്മളെ വാത്സല്യത്തോടെ തെരഞ്ഞെടുത്താണ് സ്വന്തം മക്കളാക്കാൻ വേണ്ടി. അതിനാണ് യേശു കർത്താവിന്റെ കയ്യിലേക്ക് കൊടുത്തിട്ടുള്ളത്. വഴി സത്യം ജീവനായ കർത്താവിലൂടെ പിതാവിന്റെ അടുത്തേക്ക് വരാൻ പറ്റുള്ളൂ എന്ന് കർത്താവ് പറഞ്ഞു. അപ്പൊ പിതാവിനെ അറിയുവാനും പുത്രനെ അറിയാനുമുള്ള നിത്യജീവനുള്ളത്, അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് അന്ത്യനാളിൽ നമ്മൾ കടക്കുന്നതിന് വേണ്ടി ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. സമയം ഒത്തിരി കടന്നുപോയി, ക്ഷമിക്കണം. നമുക്ക് എല്ലാവരും കൂടി ഒരു അല്പസമയം ഞങ്ങൾ പ്രാർത്ഥിക്കാം. ഞാനും വൈഫ് ഇവിടെ ഉണ്ട്. എന്നെ കേൾക്കുന്നവര് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ ജീവിതം നിന്റെ കയ്യിലേക്ക് തരുന്നു. ഇതുവരെ ജീവിച്ചതുപോലെ അല്ല. നാളിലേക്ക് കഷ്ടമുണ്ടെങ്കിലും ക്രൂസ് ഉണ്ടെങ്കിലും കർത്താവേ, അങ്ങ് പോയ വഴിയെ പോകുവാൻ, അങ്ങ് നടന്ന വഴിയെ നടക്കുവാൻ, അങ്ങേപ്പോലെ ജീവിക്കുവാൻ, അങ്ങേപ്പോലെ സ്നേഹിക്കുവാൻ, അങ്ങേപ്പോലെ ശുശ്രൂഷിക്കുവാൻ അടിയങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒന്നിച്ച് പ്രാർത്ഥിക്കാം. യേശു ജീവിച്ചതുപോലെ എവിടെയായാലും മണ്ണില്ല, ഭൂമിയിൽ ദൈവം എവിടെ വെച്ചിട്ടുണ്ടെങ്കിലും യേശുവിനെ പോലെ ജീവിക്കുവാൻ ദൈവപിതാവിനെ സ്നേഹിച്ച്, പിതാവിന്റെ സ്നേഹമെടുത്ത് മറ്റുള്ളവരെയും പിതാവിനോട് സ്നേഹം കൊടുത്ത് വിടുവിച്ചു വന്നതുപോലെ നമ്മൾ ആരെയും ജഡ്ജ് ചെയ്യാനല്ല, അധപതിച്ചു പോകുന്ന ജനത്തിനെ സ്നേഹവും പരിശുദ്ധാത്മ ശക്തിയിലും അവര് കർത്താവിന്റെ മക്കളായിട്ട് ജീവിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യാശയോട് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥന വ്യർത്ഥമല്ല, നമ്മുടെ ജീവിതം വ്യർത്ഥമല്ല. ഓ ബാബാ കർത്താവേ, അടിയങ്ങളെ ജീവിതം അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചിരുന്നു. അന്ത്യനാളാണല്ലോ അടിയങ്ങൾക്ക് മുട്ടിപ്പായി പ്രാർത്ഥിക്കുവാൻ, അങ്ങനെ സ്നേഹിക്കും, അങ്ങയോട് ഒന്നും ചേർന്ന് അലിഞ്ഞു ചേർന്ന് മണവാട്ടിയായി ജീവിച്ച് ഒരുമിച്ച് അങ്ങയുടെ അടിയങ്ങളെ തന്നിട്ട് കർത്താവ് ഒന്നിച്ച് പിതാവുമ്പുത്രനും പരിശുദ്ധ അടിയങ്ങൾ ചേർന്ന് ഒന്നിച്ച് ഈ ഭൂമിയിൽ ദൈവരാജ്യം സ്ഥാപിച്ചു ജീവിക്കാൻ അടിയങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളെ ചിന്താമണ്ഡലത്തിലെ ഒരു പുതുമ തരണമേ, ഒരു ന്യൂ വൈൻ, പുതിയ വീഞ്ഞിന്റെ അനുഭവം തരണമേ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ പ്രെയർ ലൈന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ അമേരിക്കയിലും മറ്റു രാജ്യങ്ങളിൽ ഇപ്പൊ കേൾക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു പ്രത്യാശ, അങ്ങയുടെ സ്നേഹത്തിന്റെയും ശക്തിയുടെയും ഒരു പ്രത്യാശ. ദൈവം എന്നെ കൈവിടില്ല, ഉപേക്ഷിക്കില്ല. ദൈവമാണ് എന്നെ തെരഞ്ഞെടുത്ത്, ഒരു ഉദ്ദേശത്തോടുകൂടി തിരഞ്ഞെടുത്ത്, ദൈവനാമ മഹത്വത്തിന് വേണ്ടിയാണ് തെരഞ്ഞെടുത്ത്, ഈ ലോകത്തിന്റെ സുഖസംബന്ധികൾക്ക് വേണ്ടിയിട്ടല്ല കർത്താവേ എന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കാൻ അടിയങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നല്ല ഇടനായ കർത്താവ് അടിയങ്ങളെ വഴി നടത്തണേ, അത് പോയ വഴിയെ നടത്തണമേ, അങ്ങയുടെ നാമം മഹത്വപ്പെടുത്താകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനേക ലക്ഷായിരങ്ങൾ സ്വർഗരാജ്യത്തിലേക്ക് കടന്നു വരുവാനും അങ്ങേ സ്തുതിച്ച് ആരാധിക്കുവാനും കർത്താവ് ഇടവരുത്തണമേ. അന്ത്യത്തിൽ ഈ ഭൂമി മൊത്തം ദൈവത്തിന്റെ പരിജ്ഞാനത്താൽ നിറഞ്ഞിരിക്കുമെന്നുള്ള വാഗ്ദത്തം ഉണ്ടല്ലോ പപ്പ. അതുകൊണ്ട് അടികൾ ചെയ്യുന്ന അല്പം ചെയ്യുന്ന ഒന്നുമില്ല. കാലേബിനെ പോലെ കർത്താവെ, വാർദ്ധക്യം വന്നാലും ദൈവത്തിനെ പോലെ ആ മലയിൽ പോയി ദൈവത്തെ ആരാധിക്കുവാനും യുദ്ധം ചെയ്യാനും അടികളെ സഹായിക്കണമേ. കേട്ടിരുന്ന ഓരോരുത്തരെയും കർത്താവിന്റെ പിതാപുത്രനും പരിശുദ്ധാനാമത്തിൽ അവരെ അഭിഷേകം ചെയ്യണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ഈ പ്രയർ ലൈനും ധാരാളമായിട്ട് ഉപയോഗിക്കണമേ കർത്താവേ. ഭാരതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ,
ഭാരതത്തിൽ യേശുവിന്റെ ആർപ്പ് കേൾക്കുവാൻ ദൈവമേ സഹായിക്കണമെന്ന് സ്വർഗത്തോട് അപേക്ഷിക്കുന്നു. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എല്ലാ ദൈവമക്കളെയും തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.